ഹായ് സ്റ്റുഡൻസ്, MR ഫിസിക്സ് ട്യൂട്ടോറിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് എന്ന രണ്ടാമത്തെ ചാപ്റ്ററിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇക്യൂ പൊട്ടൻഷ്യൽ സർഫസ് എന്ന കൺസെപ്റ്റാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ് ഇക്യൂ പൊട്ടൻഷ്യൽ സർഫസ്. എന്താണ് ഇക്യൂ പൊട്ടൻഷ്യൽ സർഫസ്? ഒരു സർഫസിലെ എല്ലാ പോയിന്റിലും ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ സെയിം ആണെങ്കിൽ, ഈക്വൽ ആണെങ്കിൽ, അങ്ങനെയുള്ള സർഫസിനെയാണ് എന്ത് പേര് പറയുന്നത്? ഇക്യൂ പൊട്ടൻഷ്യൽ സർഫസ് എന്ന് പറയുന്നത്. ഒരു സർഫസിലെ എല്ലാ പോയിന്റിലും ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യലിന്റെ വാല്യൂ സെയിം ആവണം. അങ്ങനെയാണെങ്കിൽ ആ സർഫസ് നമ്മൾ എന്ത് പേര് പറയും? ഇക്യൂ പൊട്ടൻഷ്യൽ സർഫസ് എന്ന് പറയും. ഇപ്പൊ ഇവിടെ ഞാനൊരു സ്ഫിയർ കൺസിഡർ ചെയ്യുകയാണ്. ഇതൊരു സ്ഫിയർ ആണ്. സ്ഫിയറിന്റെ റേഡിയസ് സ്മോൾ ലെറ്റർ r ആണ്. ഈ സ്ഫിയറിന്റെ സെന്ററിൽ ഒരു +q ചാർജ് ഉള്ളതായിട്ട് സങ്കല്പിക്കുക. സ്ഫിയറിന്റെ സെന്ററിൽ ഒരു പോസിറ്റീവ് q ചാർജ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ സ്ഫിയറിന്റെ സർഫസിലുള്ള A എന്ന ഈ പോയിന്റിലെ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എത്രയായിരിക്കും? സ്ഫിയറിന്റെ റേഡിയസ് സ്മോൾ ലെറ്റർ r ആണ്, സെന്ററിലാണ് +q ചാർജ് ഉള്ളത്. അങ്ങനെയാണെങ്കിൽ സ്ഫിയറിന്റെ സർഫസിലുള്ള A എന്ന് പറയുന്ന ഈ പോയിന്റിലെ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എത്രയായിരിക്കും? നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ പോയിന്റ് ചാർജ്. എന്താണ് ഇക്വേഷൻ? V is equal to 1/4πε0 Q divided by R. ഇവിടെ Qയിൽ നിന്നും R ഡിസ്റ്റൻസ് അകലെയുള്ള പോയിന്റ് ആണ് A. അതുകൊണ്ട് തന്നെ Aയിലെ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എത്രയാണ്? 1/4πε0 Q divided by R എന്നാണ്. ഇനി ഞാൻ ഈ സ്ഫിയറിൽ വേറൊരു പോയിന്റ് എടുക്കുന്നു. സേ B എന്ന പോയിന്റ്. B എന്ന് പറയുന്ന പോയിന്റും സ്ഫിയറിന്റെ സർഫസിലാണുള്ളത്. അതും നമ്മുടെ +q ചാർജിൽ നിന്നും എത്ര ഡിസ്റ്റൻസ് അകലെയാണ്? R ഡിസ്റ്റൻസ് അകലെയാണ്. അതുകൊണ്ട് ബിയിലെ പൊട്ടൻഷ്യലും എത്ര തന്നെയാണ്? പൊട്ടൻഷ്യൽ അറ്റ് B അതും എത്ര തന്നെയാണ്? 1/4πε0 Q divided by R എന്ന് തന്നെയാണ്. ഇങ്ങനെ ഈ സർഫസിലെ സ്ഫിയറിന്റെ സർഫസിലെ ഏത് പോയിന്റ് എടുത്തു കഴിഞ്ഞാലും ആ പോയിന്റിലൊക്കെ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യലിന്റെ വാല്യൂ എത്രയാണ്? 1/4πε0 Q/R എന്നാണ്. അല്ലെങ്കിൽ എല്ലാ പോയിന്റിലും, ഈ സ്ഫെറിക്കൽ സർഫസിലെ എല്ലാ പോയിന്റിലും ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യലിന്റെ വാല്യൂ എന്താണ്? സെയിം ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ സ്ഫെറിക്കൽ സർഫസ് എന്താണെന്ന് പറയാം? ഒരു ഇക്യൂ പൊട്ടൻഷ്യൽ സർഫസ് ആണെന്ന് പറയാം. ഈ സ്ഫെറിക്കൽ സർഫസ് ഒരു ഇക്യൂ പൊട്ടൻഷ്യൽ സർഫസ് ആണെന്ന് പറയാം. ഇനി ഈ +q ചാർജിന്റെ തന്നെ വേറൊരു ഇക്യൂ പൊട്ടൻഷ്യൽ സർഫസ് കൂടി നമുക്ക് വരക്കാൻ പറ്റും. ഇപ്പൊ ഞാൻ വേറൊരു സ്ഫിയർ വരക്കുകയാണ്. ഈ സ്ഫിയറിന്റെയും സെൻട്രൽ തന്നെയാണ് ആരുള്ളത്? നമ്മൾ പോസിറ്റീവ് q ചാർജ് ഉള്ളത്. ഈ സ്ഫിയറിന്റെ റേഡിയസ് സേ r1 എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ ഒരു പോയിന്റ് കൺസിഡർ ചെയ്യുന്നു. സേ പോയിന്റ് C. ആ പോയിന്റിൽ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എത്രയാണ്? 1/4πε0 Q divided by R1. ഞാൻ ഇവിടെ വേറൊരു പോയിന്റ് കൺസിഡർ ചെയ്യുന്നു. പോയിന്റ് D. ഈ D എന്ന് പറയുന്ന പോയിന്റും +qയിൽ നിന്ന് എത്ര ഡിസ്റ്റൻസ് അകലെ തന്നെയാണ്? സെയിം ഡിസ്റ്റൻസ് അകലെ, R1 ഡിസ്റ്റൻസ് അകലെ തന്നെയാണ്. കാരണം R1 എന്ന് പറയുന്നത് ഈ സ്ഫിയറിന്റെ റേഡിയസ് ആണ്. അപ്പൊ D എന്ന് പറയുന്ന പോയിന്റിലും ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എത്രയാണ്? 1/4πε0 Q divided by R1 എന്ന് തന്നെയാണ്. അങ്ങനെ ഈ സ്ഫിയറിലെ ഏത് പോയിന്റ് എടുത്തു കഴിഞ്ഞാലും ആ പോയിന്റ് ഒക്കെ +qയിൽ നിന്നും ഈക്വൽ ഡിസ്റ്റൻസ് അകലെയാണ്. എത്ര? R1 ഡിസ്റ്റൻസ് അകലെയാണ്. അതുകൊണ്ട് തന്നെ ഈ സ്ഫിയറിലെ എല്ലാ പോയിന്റിലും ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യലിന്റെ വാല്യൂ എന്താണ്? സെയിം ആണ്. അപ്പൊ ഈ സ്ഫിയറിലെ എല്ലാ പോയിന്റിലും ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യലിന്റെ വാല്യൂ സെയിം ആയതുകൊണ്ട് ഇതും എന്ത് സർഫസ് ആണ്? ഇക്യൂ പൊട്ടൻഷ്യൽ സർഫസ് ആണ്. ഈ സ്ഫിയറും എന്ത് സർഫസ് ആണ്? ഇക്യൂ പൊട്ടൻഷ്യൽ സർഫസ് ആണ്. അങ്ങനെ ഒരു സർഫസിലെ എല്ലാ പോയിന്റിലും ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യലിന്റെ വാല്യൂ സെയിം ആണെങ്കിൽ അങ്ങനെയുള്ള സർഫസിനെയാണ് നമ്മൾ എന്ത് പേര് പറയുന്നത്? ഇക്യൂ പൊട്ടൻഷ്യൽ സർഫസ് എന്ന് പറയുന്നത്. ശ്രദ്ധിക്കുക, ഇവിടെ A എന്ന് പറയുന്ന പോയിന്റിലെയും B എന്ന് പറയുന്ന പോയിന്റിലെയും ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എന്താണ്? ഈക്വൽ ആണ്. അല്ലെങ്കിൽ Aക്കും Bക്കും ഇടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് VA - VB, അതാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. അത് എത്രയാണ്? 0 ആണ്. ഈ സർഫസില് Cക്കും Dക്കും ഇടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് അതും എത്രയാണ്? 0 ആണ്. അപ്പോ ഒരു ഇക്യൂ പൊട്ടൻഷ്യൽ സർഫസിൽ
രണ്ട് പോയിന്റുകൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയായിരിക്കും? 0 ആയിരിക്കും. കാരണം ഈ രണ്ട് പോയിന്റിലും ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യലിന്റെ വാല്യൂ എന്താണ്? ഈക്വൽ ആണ്. ഇങ്ങനെയുള്ള സർഫസിനെയാണ് എന്ത് പേര് പറയുന്നത്? ഇക്യു പൊട്ടൻഷ്യൽ സർഫസ് എന്ന് പറയുന്നത്. ഓക്കെ. ഇക്യു പൊട്ടൻഷ്യൽ സർഫസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ആർ ദി പ്രോപ്പർട്ടീസ് ഓഫ് ഇക്യു പൊട്ടൻഷ്യൽ സർഫസസ്? ഇക്യു പൊട്ടൻഷ്യൽ സർഫസുകളുടെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്? ഇനി നമ്മൾ അതാണ് പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഇവിടെ ഒന്നാമത്തെ പ്രോപ്പർട്ടി, വർക്ക് ഡൺ ടു മൂവ് എ ചാർജ് ബിറ്റ്വീൻ 2 പോയിന്റ്സ് ഓൺ എൻ ഇക്യു പൊട്ടൻഷ്യൽ സർഫസ് ഈസ് 0. ഒരു ഇക്യു പൊട്ടൻഷ്യൽ സർഫസിലെ രണ്ട് പോയിന്റുകൾക്കിടയിൽ ഒരു ചാർജ്ഡ് പാർട്ടിക്കിളിനെ മൂവ് ചെയ്യിക്കാൻ വേണ്ടി ചെയ്യേണ്ട വർക്കിന്റെ വാല്യൂ എത്രയാണ്? 0 ആണ്. അല്ലെങ്കിൽ ഒരു ഇക്യു പൊട്ടൻഷ്യൽ സർഫസിൽ ഒരു പോയിന്റിൽ നിന്നും മറ്റൊരു പോയിന്റിലേക്ക് ചാർജ്ഡ് പാർട്ടിക്കിളിനെ മൂവ് ചെയ്യിക്കാൻ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല? വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ആ വർക്കിന്റെ വാല്യൂ 0 ആണ്. നോക്കാം എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഇവിടെ ഞാൻ പറഞ്ഞു ഇതൊരു ഇക്യു പൊട്ടൻഷ്യൽ സർഫസ് ആണ്. ഈ സർഫസിലുള്ള രണ്ട് പോയിന്റുകളാണ് എയും ബിയും, അല്ലേ? എന്താണ് എക്കും ബിക്കും ഇടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ്? എക്കും ബിക്കും ഇടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് നമ്മൾക്കറിയാം. അത് നമുക്ക് വി എ ബി എന്ന് കൊടുക്കാം. വി എ ബി ഈസ് ഈക്വൽ ടു എന്താണ്? വി എ മൈനസ് വി ബി ആണ്. വി എ ബി ഈസ് ഈക്വൽ ടു എന്താണ്? വി എ മൈനസ് വി ബി ആണ്. നമുക്കറിയാം എന്താണ് പൊട്ടൻഷ്യൽ ഡിഫറൻസിന്റെ ഡെഫിനിഷൻ. രണ്ട് പോയിന്റുകൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസിന്റെ ഡെഫിനിഷൻ എന്താണ്? ഇറ്റ് ഈസ് ദ വർക്ക് ഡൺ ടു മൂവ് +1 കൂളം ചാർജ് ഫ്രം 1 പോയിന്റ് ടു അനദർ. എയിൽ നിന്ന് ബിയിലേക്ക് യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ മൂവ് ചെയ്യിക്കാൻ ആവശ്യമായിട്ടുള്ള വർക്കാണ് എക്കും ബിക്കും ഇടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ്. അപ്പോൾ +1 കൂളം ചാർജിനെ മൂവ് ചെയ്യിക്കാൻ ആവശ്യമായിട്ടുള്ള വർക്ക്, എയിൽ നിന്ന് ബിയിലേക്ക് +1 കൂളം ചാർജിനെ മൂവ് ചെയ്യിക്കാൻ ആവശ്യമായിട്ടുള്ള വർക്കാണെന്ത്? എക്കും ബിക്കും ഇടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ്. അങ്ങനെയാണെങ്കിൽ ക്യൂ കൂളം ചാർജിന് നമുക്കിവിടെ ക്യാപിറ്റൽ ക്യൂ എന്ന് കൊടുക്കാം. കാരണം നമ്മൾ ഓൾറെഡി ഇവിടെ സ്മോൾ ക്യൂ കൊടുത്തല്ലോ. അപ്പൊ ക്യാപിറ്റൽ ക്യൂ കൂളം ചാർജിനെ എയിൽ നിന്ന് ബിയിലേക്ക് മൂവ് ചെയ്യിക്കാൻ ആവശ്യമായിട്ടുള്ള വർക്ക് എത്രയായിരിക്കും? ക്യൂ ഇൻറ്റു വി എ ബി ആയിരിക്കും, അല്ല? എന്താണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്? എക്കും ബിക്കും ഇടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് വി എ ബി ഈക്വൽ ടു വി എ മൈനസ് വി ബി. എന്താണ് അതിന്റെ ഡെഫിനേഷൻ? എയിൽ നിന്ന് ബിയിലേക്ക് +1 കൂളം ചാർജിനെ മൂവ് ചെയ്യിക്കാൻ ആവശ്യമായിട്ടുള്ള വർക്കാണ് എക്കും ബിക്കും ഇടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ്. അപ്പൊ +1 കൂളത്തെ മൂവ് ചെയ്യിക്കാൻ ആവശ്യമായിട്ടുള്ള വർക്കാണ് വി എ ബി, എക്കും ബിക്കും ഇടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ്. അങ്ങനെയാണെങ്കിൽ എയിൽ നിന്ന് ബിയിലേക്ക് ക്യൂ കൂളം ചാർജിനെ മൂവ് ചെയ്യിക്കാൻ ആവശ്യമായിട്ടുള്ള വർക്ക് എത്രയായിരിക്കും? ക്യൂ ഇൻറ്റു വി എ ബി. 1 കൂളം ചാർജിനെ മൂവ് ചെയ്യിക്കാൻ ആവശ്യമായിട്ടുള്ള വർക്ക് വി എ ബി, പൊട്ടൻഷ്യൽ ഡിഫറൻസ്. അങ്ങനെയാണെങ്കിൽ ക്യൂ കൂളം ചാർജിനെ മൂവ് ചെയ്യിക്കാൻ ആവശ്യമായിട്ടുള്ള വർക്കോ? ക്യൂ ഇൻറ്റു പൊട്ടൻഷ്യൽ ഡിഫറൻസ്, ക്യൂ ഇൻറ്റു വി എ ബി. പക്ഷേ എക്കും ബിക്കും ഇടയിൽ നമുക്ക് പറയാം ക്യൂ കൂളം ചാർജിനെ മൂവ് ചെയ്യിക്കാൻ ആവശ്യമായിട്ടുള്ള വർക്ക് W ഇസ് ഈക്വൽ ടു എന്താണ്? ക്യൂ ഇൻറ്റു വി എ ബി എന്ന് പറയാം. പക്ഷേ എക്കും ബിക്കും ഇടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയാണ്? എയും ബിയും ഇക്യു പൊട്ടൻഷ്യൽ സർഫസിലായതുകൊണ്ട് എക്കും ബിക്കും ഇടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസിന്റെ വാല്യൂ വി എ ബിയുടെ വാല്യൂ എത്രയാണ്? വി എ ബി ഈസ് ഈക്വൽ ടു 0 ആണ്. അതുകൊണ്ട് തന്നെ ദിസ് വിൽ ബി ക്യൂ ഇൻറ്റു 0 ഈസ് ഈക്വൽ ടു 0 എന്നാണ് വരുന്നത്. അതായത് ക്യൂ കൂളം ചാർജിനെ, ക്യാപിറ്റൽ ക്യൂ എന്ന് പറയുന്ന ചാർജിനെ, ക്യാപിറ്റൽ ക്യൂ കൂളം ചാർജിനെ എയിൽ നിന്ന് ബിയിലേക്ക് മൂവ് ചെയ്യിക്കാൻ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല? വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ എയിൽ നിന്ന് ബിയിലേക്ക് മൂവ് ചെയ്യിക്കാൻ ആവശ്യമായിട്ടുള്ള വർക്കിന്റെ വാല്യൂ എത്രയാണ്? 0 ആണ്. ഒരിക്കൽ കൂടി ഞാൻ പറയാം, ഒരു ഇക്യു പൊട്ടൻഷ്യൽ സർഫസിന്റെ ഒന്നാമത്തെ പ്രോപ്പർട്ടിയാണ് നമ്മൾ പറയുന്നത്, വർക്ക് ഡൺ ടു മൂവ് എ ചാർജ് ബിറ്റ്വീൻ 2 പോയിന്റ്സ് ഓൺ എൻ ഇക്യു പൊട്ടൻഷ്യൽ സർഫസ് ഈസ് 0. ഒരു സർഫസിലുള്ള ഇക്യു പൊട്ടൻഷ്യൽ സർഫസിലുള്ള രണ്ട് പോയിന്റുകൾക്കിടയിൽ ഒരു ചാർജിനെ മൂവ് ചെയ്യിക്കാൻ ആവശ്യമായിട്ടുള്ള വർക്കിന്റെ വാല്യൂ എത്രയാണ്? 0 ആണ്. ഇവിടെ ഇതൊരു ഇക്യു പൊട്ടൻഷ്യൽ സർഫസ് ആണ്. എയും ബിയും ആ സർഫസിലെ രണ്ട് പോയിന്റുകളാണ്. എക്കും ബിക്കും ഇടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസിന്റെ ഡെഫിനിഷൻ എന്താണ്? വി എ ബി ഈക്വൽ ടു വി എ മൈനസ് വി ബി എന്ന് പറഞ്ഞാൽ +1 കൂളം ചാർജിനെ മൂവ് ചെയ്യിക്കാൻ ആവശ്യമായിട്ടുള്ള വർക്കാണ് വി എ ബി. അങ്ങനെയാണെങ്കിൽ ക്യൂ കൂളം ചാർജിനെ മൂവ് ചെയ്യിക്കാൻ ആവശ്യമായിട്ടുള്ള വർക്ക് ക്യൂ ഇൻറ്റു വി എ ബി. എയിൽ നിന്ന് ബിയിലേക്ക് ക്യൂ കൂളം ചാർജിനെ മൂവ് ചെയ്യിക്കാൻ ആവശ്യമായിട്ടുള്ള വർക്ക് ക്യൂ ഇൻറ്റു വി എ ബി ആണ്. പക്ഷേ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇക്യു പൊട്ടൻഷ്യൽ സർഫസിൽ രണ്ട് പോയിന്റുകൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് 0 ആയതുകൊണ്ട് വി എ ബിന്റെ വാല്യൂ 0 ആയിരിക്കും. അപ്പോൾ വർക്കിന്റെ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക്
ചാർജ് പാർട്ടിക്കിളിന് മൂവ് ചെയ്യിക്കാൻ ആവശ്യമായിട്ടുള്ള വർക്കിന്റെ വാല്യൂ 0 ആണ് ഇവിടെ ഇക്വിപൊട്ടൻഷ്യൽ സർഫസിൽ. ഇതാണ് ഇക്വിപൊട്ടൻഷ്യൽ സർഫസിന്റെ ഒന്നാമത്തെ പ്രോപ്പർട്ടി. രണ്ടാമത്തെ പ്രോപ്പർട്ടി, രണ്ട് ഇക്വിപൊട്ടൻഷ്യൽ സർഫസുകൾ ഒരിക്കലും എന്ത് ചെയ്യില്ല, ഇന്റർസെക്ട് ചെയ്യില്ല. ഇക്വിപൊട്ടൻഷ്യൽ സർഫസസ് നെവർ ഇന്റർസെക്ട് ഈച്ച് അതർ. ഒരിക്കലും ഇക്വിപൊട്ടൻഷ്യൽ സർഫസുകൾ ഇന്റർസെക്ട് ചെയ്യില്ല, കൂടിക്കലരില്ല. അപ്പം എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് നോക്കുക. നമുക്കറിയാം ഇതൊരു ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ആണ്, ഇത് വേറൊരു ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ആണ്. സപ്പോസ് ഈ ഇക്വിപൊട്ടൻഷ്യൽ സർഫസിലെ പൊട്ടൻഷ്യലിന്റെ വാല്യൂ 5 വോൾട്ട് ആണെന്ന് വിചാരിക്കുക. ഈ ഇക്വിപൊട്ടൻഷ്യൽ സർഫസിലെ പൊട്ടൻഷ്യലിന്റെ വാല്യൂ 3 വോൾട്ട് ആണെന്ന് വിചാരിക്കുക. അപ്പൊ ഈ സർഫസിലെ എല്ലാ പോയിന്റിലെയും പൊട്ടൻഷ്യൽ എത്രയായിരിക്കും? 3 വോൾട്ട് ആയിരിക്കും. ഈ സർഫസിലെ എല്ലാ പോയിന്റിലെയും പൊട്ടൻഷ്യൽ എത്രയായിരിക്കും? 5 വോൾട്ട് ആയിരിക്കും. ഇനി ഈ രണ്ട് സർഫസുകളും തമ്മിൽ ഇന്റർസെക്ട് ചെയ്യുകയാണെങ്കിലോ, സപ്പോസ് ഇങ്ങനെയാണ് ഒന്നാമത്തെ സർഫസ് ഉള്ളത് എന്ന് പറഞ്ഞാൽ ഈ രണ്ട് സർഫസും ഇന്റർസെക്ട് ചെയ്യുകയാണ്. ഇതൊരു ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ആയതുകൊണ്ട് ഈ പോയിന്റിലെ പൊട്ടൻഷ്യൽ 5 വോൾട്ട് ആണെങ്കിൽ ഇവർ ഇന്റർസെക്ട് ചെയ്യുന്ന ഈ പോയിന്റിലെ പൊട്ടൻഷ്യലും എന്തായിരിക്കണം? 5 വോൾട്ട് ആയിരിക്കണം. പക്ഷെ ഈ പോയിന്റ് എന്ന് പറയുന്നത് അത് ആരുടെയും കൂടി ഭാഗമാണ്? 3 വോൾട്ട് പൊട്ടൻഷ്യൽ ഉള്ള ഈ രണ്ടാമത്തെ സർഫസിന്റെയും കൂടി ഭാഗമാണ്. അപ്പൊ ഇവിടെ ഒരു ചോദ്യം വരും, ഇവിടെ 5 വോൾട്ട് ആണോ പൊട്ടൻഷ്യൽ, 3 വോൾട്ട് ആണോ പൊട്ടൻഷ്യൽ? രണ്ടും ഒരേ പോയിന്റിൽ രണ്ട് വ്യത്യസ്ത പൊട്ടൻഷ്യൽ ഒരിക്കലും വരില്ലല്ലോ. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഇപ്പൊ ഈ സർഫസിന്റെ പൊട്ടൻഷ്യൽ 5 വോൾട്ട് എന്ന് പറഞ്ഞാൽ ഈ സർഫസിലെ എല്ലാ പോയിന്റിലും, ഇതൊരു ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ആയതുകൊണ്ട് ഈ സർഫസിലെ എല്ലാ പോയിന്റിലും എത്രയാണ് പൊട്ടൻഷ്യലിന്റെ വാല്യൂ? 5 വോൾട്ട് ആണ്. ഈ സർഫസിന്റെ പൊട്ടൻഷ്യൽ 3 വോൾട്ട് ആണെന്ന് പറഞ്ഞാൽ ഈ സർഫസിലെ, ഇതൊരു ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ആയതുകൊണ്ട് ഈ സർഫസിലെ എല്ലാ പോയിന്റിലെയും പൊട്ടൻഷ്യൽ 3 വോൾട്ട് ആണ്. സപ്പോസ് ഈ സർഫസിന്റെ ഷേപ്പ് ഇങ്ങനെയാണ് എന്ന് നമ്മൾ ഇമാജിൻ ചെയ്യുന്നു, ഇമാജിനേഷൻ മാത്രമാണ്. അതായത് ഈ രണ്ട് സർഫസുകളും, ഈ രണ്ട് ഇക്വിപൊട്ടൻഷ്യൽ സർഫസുകളും എന്ത് ചെയ്യുകയാണ്? ഇന്റർസെക്ട് ചെയ്യുകയാണ്. ഈ ഒരു പോയിന്റിൽ ഇന്റർസെക്ട് ചെയ്യുന്നുണ്ട്, ഈ ഒരു പോയിന്റിൽ ഇന്റർസെക്ട് ചെയ്യുന്നുണ്ട്. നമുക്കറിയാം ഈ സർഫസിലെ പൊട്ടൻഷ്യൽ 5 വോൾട്ട് ആണെങ്കിൽ ഈ പോയിന്റിലും 5 വോൾട്ട് ആയിരിക്കണം, കാരണം ഈ സർഫസിലുള്ള പോയിന്റ് ആണിത്. എന്നാൽ ഈ സർഫസിലെ പൊട്ടൻഷ്യൽ 3 വോൾട്ട് ആയതുകൊണ്ട് ഈ പോയിന്റിലെ പൊട്ടൻഷ്യൽ എത്രയായിരിക്കണം? 3 വോൾട്ട് വരിക. അതായത് ഒരു പോയിന്റിൽ തന്നെ 5 വോൾട്ടും വരും 3 വോൾട്ടും വരും, അങ്ങനെ ഒരിക്കലും വരില്ല. അതുകൊണ്ട് തന്നെ ഇക്വിപൊട്ടൻഷ്യൽ സർഫസുകൾ ഒരിക്കലും എന്ത് ചെയ്യില്ല? ഇന്റർസെക്ട് ചെയ്യില്ല. ദേ നെവർ ഇന്റർസെക്ട് ഈച്ച് അതർ. അതാണ് ഇക്വിപൊട്ടൻഷ്യൽ സർഫസിന്റെ രണ്ടാമത്തെ പ്രോപ്പർട്ടി. ഇക്വിപൊട്ടൻഷ്യൽ സർഫസസ് നെവർ ഇന്റർസെക്ട് ഈച്ച് അതർ. ഇക്വിപൊട്ടൻഷ്യൽ സർഫസിന്റെ മൂന്നാമത്തെ പ്രോപ്പർട്ടി, ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഓൾവേസ് നോർമൽ ടു എൻ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്. ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് എപ്പോഴും ഇക്വിപൊട്ടൻഷ്യൽ സർഫസിന് നോർമൽ ആയിട്ടാണ് ഉണ്ടാവുക. ഇലക്ട്രിക് ഫീൽഡ് എപ്പോഴും ഇക്വിപൊട്ടൻഷ്യൽ സർഫസിനെ നോർമൽ ആയിട്ടാണ് കടന്നു പോകുക. അതാണ് ഇക്വിപൊട്ടൻഷ്യൽ സർഫസിന്റെ അടുത്ത പ്രോപ്പർട്ടി, മൂന്നാമത്തെ പ്രോപ്പർട്ടി. അപ്പൊ നിങ്ങൾ ഇവിടെ നോക്കുക, ഇതാണ് പ്ലസ് ക്യൂ ചാർജിന്റെ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്. ഇതൊരു സ്പെറിക്കൽ സർഫസ് ആണ് അല്ലെ? അപ്പൊ ഈ ഒരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ ഈ പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടേക്കാണ്. ഇതാണ് ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ. അത് ഈ സർഫസുമായിട്ട് മേക്ക് ചെയ്ത ആംഗിൾ 90 ഡിഗ്രിയാണ്. ഈ പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ ഇതാണ് ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ. നമുക്കറിയാം ഇലക്ട്രിക് ഫീൽഡ് എപ്പോഴും പോയിന്റ് പ്ലസ് ക്യൂ ചാർജിൽ നിന്നും ഔട്ട്വേർഡ് ആയിട്ടാണ് ഉണ്ടാവുക. അത് ഈ സർഫസുമായിട്ട് മേക്ക് ചെയ്ത ആംഗിൾ 90 ഡിഗ്രിയാണ്. ഈ ഒരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ ഇതാണ് ഇക്വിപൊട്ടൻഷ്യൽ സർഫസിന്റെ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ. അത് സർഫസുമായിട്ട് മേക്ക് ചെയ്ത ആംഗിൾ 90 ഡിഗ്രിയാണ്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് എപ്പോഴും ഇക്വിപൊട്ടൻഷ്യൽ സർഫസിനെ നോർമൽ ആയിട്ടായിരിക്കും. ഇനി നിങ്ങൾ നോക്കുക, സപ്പോസ് ഇതൊരു ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ആണെന്ന് വിചാരിക്കുക. അപ്പൊ ഈ സർഫസിലുള്ള രണ്ട് പോയിന്റുകളാണിത്, എയും ബിയും. ഈ സർഫസിലെ രണ്ട് പോയിന്റുകളാണ് എയും ബിയും. ഇതൊരു ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ആണ്. ഈ സർഫസിലെ രണ്ട് പോയിന്റുകളാണ് എയും ബിയും. നമുക്കറിയാം മൂന്നാമത്തെ പ്രോപ്പർട്ടി പ്രകാരം ഇലക്ട്രിക് ഫീൽഡ് ഈ സർഫസിന് നോർമൽ ആയിട്ടാണ് ഉണ്ടാവുക. ഇലക്ട്രിക് ഫീൽഡ് ഈ സർഫസിന് നോർമൽ ആയിട്ടാണ് ഉണ്ടാവുക. സപ്പോസ് ഇലക്ട്രിക് ഫീൽഡ് നോർമൽ ആയിട്ടല്ല എന്ന് വിചാരിക്കുക. ഇങ്ങനെയാണ് ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എന്ന് നമ്മൾ ഇമാജിൻ ചെയ്യുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഇലക്ട്രിക് ഫീൽഡ് വെക്ടറിനെ രണ്ട് കമ്പോണന്റ് റിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഹൊറിസോണ്ടൽ കമ്പോണന്റ് കിട്ടും, ഒരു വെർട്ടിക്കൽ കമ്പോണന്റ് കിട്ടും. ഓക്കെ, ഇതാണ് ഹൊറിസോണ്ടൽ കമ്പോണന്റ്. അത് നമ്മൾക്ക് ഇ എക്സ് എന്ന് കൊടുക്കാം. ഇ എക്സിന്റെ ഡയറക്ഷൻ നിങ്ങൾ നോക്കി എങ്ങോട്ടേക്കാണ്? എയിൽ നിന്ന് ബിയിലേക്കാണ്. ഇതൊരു ഇമാജിനേഷൻ ആണ്. അതായത് ഇലക്ട്രിക് ഫീൽഡ് സപ്പോസ് ഇക്വിപൊട്ടൻഷ്യൽ സർഫസിന് നോർമൽ അല്ല എങ്കിൽ എന്നുള്ളതിന്റെ ഇമാജിനേഷൻ ആണ്. അപ്പൊ നോർമൽ അല്ല എങ്കിൽ നമുക്ക് ഇതിന് രണ്ട് കമ്പോണന്റുകൾ റിസോൾവ് ചെയ്താൽ ഇതാണ് ഒരു കമ്പോണന്റ്. ഈ കമ്പോണന്റ് എങ്ങോട്ടേക്കാണ്? സർഫസിലൂടെ എയിൽ നിന്ന് ബിയിലേക്കാണ്. അപ്പൊ സപ്പോസ് നമ്മൾക്ക്
നമുക്കറിയാം ഒരു ഇക്വിപൊട്ടൻഷ്യൽ സർഫസിൽ ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക്, നമ്മൾ ഒന്നാമത് പഠിച്ച പ്രോപ്പർട്ടിയാണ്, ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് ചാർജിനെ കൊണ്ടുപോകാൻ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഈ രണ്ട് പോയിന്റുകൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് 0 ആണ്. അപ്പോൾ പക്ഷെ ഈ കേസ് നിങ്ങൾ നോക്കിയേ, എയിൽ നിന്ന് ബിയിലേക്ക് ഇലക്ട്രിക് ഫീൽഡിന് ഇങ്ങോട്ടേക്ക് ഒരു ഡയറക്ഷൻ ഉള്ളത് കൊണ്ട്, ഇങ്ങോട്ടേക്ക് EX എന്ന ഇലക്ട്രിക് ഫീൽഡ് ഉള്ളത് കൊണ്ട് ബിയിൽ നിന്ന് എയിലേക്ക് ഒരു Q കൂളം ചാർജിനെ കൊണ്ടുവരണമെങ്കിൽ തീർച്ചയായിട്ടും ഈ EX എന്ന കമ്പോണന്റിനെ അഗെയിൻസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യേണ്ടി വരും? വർക്ക് ചെയ്യേണ്ടി വരും അല്ലേ? കാരണം ഇവിടുന്ന് എയിൽ നിന്ന് ബിയിലേക്ക് EX എന്ന് പറയുന്ന ഇലക്ട്രിക് ഫീൽഡിന്റെ കമ്പോണന്റ് ഉണ്ട്. അപ്പൊ ബിയിൽ നിന്ന് എയിലേക്ക് +Q ചാർജിനെ മൂവ് ചെയ്യണമെങ്കിൽ, കൊണ്ടുവരണമെങ്കിൽ ഈ ഇലക്ട്രിക് ഫീൽഡിന് അഗെയിൻസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യേണ്ടി വരും? വർക്ക് ചെയ്യേണ്ടി വരും. പക്ഷെ നമുക്കറിയാം ഇക്വിപൊട്ടൻഷ്യൽ സർഫസിന്റെ നമ്മൾ ഒന്നാമത് പഠിച്ച പ്രോപ്പർട്ടി എന്താണ്? ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് ചാർജിനെ മൂവ് ചെയ്യിക്കാൻ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല? വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് നമ്മൾ പഠിച്ചത്. അതിന്റെ അർത്ഥം ഇങ്ങനെ ഒരു കമ്പോണന്റ് ഒരിക്കലും അവിടെ വരില്ല എന്നാണ്. ഇങ്ങനെ ഒരു കമ്പോണന്റ് ഉണ്ടെങ്കിലാണ് അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യേണ്ടത്. അപ്പൊ വർക്കിന്റെ വാല്യൂ 0 ആയതുകൊണ്ട് അതിന്റെ അർത്ഥം ഇങ്ങനെ ഒരു കമ്പോണന്റ് ഒരിക്കലും അവിടെ വരില്ല എന്നാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? ഇലക്ട്രിക് ഫീൽഡ് എപ്പോഴും എങ്ങനെയാണ് ഉണ്ടാവുക? സർഫസിന് നോർമൽ ആയിട്ടാണ് ഉണ്ടാവുക. നോർമൽ അല്ല എങ്കിൽ ഇങ്ങനെ ഒരു കമ്പോണന്റ് വരും, ഒരു ടാൻജൻഷ്യൽ കമ്പോണന്റ് വരും. ആ കമ്പോണന്റ് അഗെയിൻസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്താൽ മാത്രമേ ബിയിൽ നിന്ന് എയിലേക്ക് ചാർജിനെ മൂവ് ചെയ്യാൻ പറ്റൂ. പക്ഷെ ആ വർക്കിന്റെ വാല്യൂ 0 ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. വർക്കിന്റെ വാല്യൂ 0 ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു കമ്പോണന്റ് അവിടെ ഇല്ല. അപ്പൊ ഇലക്ട്രിക് ഫീൽഡ് എപ്പോഴും എങ്ങനെയാണ്? സർഫസിന് നോർമൽ ആയിട്ട് മാത്രമേ ഉണ്ടാവൂ. ഓക്കെ, അതാണ് മൂന്നാമത്തെ പ്രോപ്പർട്ടി. ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഓൾവേസ് നോർമൽ ടു എൻ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്. അപ്പോൾ എന്തൊക്കെയാണ് ഇക്വിപൊട്ടൻഷ്യൽ സർഫസിന്റെ പ്രോപ്പർട്ടീസ്? നമ്പർ 1, the work done to move a charge between 2 points on an equipotential surface is 0. Number 2, equipotential surfaces never intersect each other. Number 3, electric field is always normal to equipotential surface. ഇത് മൂന്നുമാണ് ഇക്വിപൊട്ടൻഷ്യൽ സർഫസിന്റെ പ്രോപ്പർട്ടീസ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് ചോദിക്കുന്നതാണ്. നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് ഇക്വിപൊട്ടൻഷ്യൽ സർഫസുകൾ വരക്കാൻ വേണ്ടിയിട്ടാണ്. ഡിഫറെന്റ് കേസിൽ എന്തൊക്കെയാണ് ഇക്വിപൊട്ടൻഷ്യൽ സർഫസുകളുടെ ഷേപ്പ്, അത് വരക്കാനാണ് ഇനി നമ്മൾ പഠിക്കുന്നത്. ഫസ്റ്റ് നമ്മൾ പറയുന്നത് ഇക്വിപൊട്ടൻഷ്യൽ സർഫസസ് ഫോർ എ പോയിന്റ് ചാർജ്. ഒരു പോയിന്റ് ചാർജിന്റെ കേസിൽ ഇക്വിപൊട്ടൻഷ്യൽ സർഫസുകൾ എങ്ങനെയായിരിക്കും അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അല്ലേ? ഇപ്പോൾ സപ്പോസ് ഇവിടെ ഒരു +Q ചാർജ് ഉണ്ടെങ്കിൽ, ഒരു പോയിന്റ് ചാർജ് ഉണ്ടെങ്കിൽ, ഈ സ്ഫിയർ, ഇത് സർക്കിൾ അല്ല, നിങ്ങൾ 3 ഡയമെൻഷണൽ വ്യൂ ഇമാജിൻ ചെയ്യണം. ഈ സ്ഫിയർ ഒരു ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ആണ്, അല്ലെങ്കിൽ ഈ സ്ഫിയറിലെ എല്ലാ പോയിന്റിലും പൊട്ടൻഷ്യൽ ഈക്വൽ ആണ്. അതിനേക്കാൾ റേഡിയസ് കൂടിയ വേറൊരു സ്ഫിയർ ഞാൻ വരക്കുന്നു, ഇതും ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ആണ്. അതിനേക്കാൾ റേഡിയസ് കൂടിയ വേറൊരു സ്ഫിയർ വരച്ചു കഴിഞ്ഞാൽ അതും ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ആണ്. അപ്പൊ ഇതൊക്കെ ഈ +Q ചാർജിന്റെ ഇക്വിപൊട്ടൻഷ്യൽ സർഫസുകളാണ്. ഇലക്ട്രിക് ഫീൽഡ് എപ്പോഴും ഈ ഇക്വിപൊട്ടൻഷ്യൽ സർഫസിന് നോർമൽ ആയിട്ടാണ് കടന്നു പോകുന്നത്. അപ്പൊ ഇതാണ് പോയിന്റ് ചാർജിന്റെ കേസിൽ ഇക്വിപൊട്ടൻഷ്യൽ സർഫസുകൾ. ഓക്കെ, അപ്പൊ പോയിന്റ് ചാർജിന്റെ കേസിൽ ഇക്വിപൊട്ടൻഷ്യൽ സർഫസുകൾ എന്തായിരിക്കും? കോൺസെൻട്രിക് സ്ഫിയേഴ്സ് ആയിരിക്കും. ആ സ്ഫിയറുകളുടെ സെന്ററിലാണ് ആരുള്ളത്? നമ്മുടെ പോയിന്റ് ചാർജ് ഉള്ളത്. ഓക്കെ, രണ്ടാമത് നമ്മൾ വരക്കുന്നത് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ഉള്ള ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ആണ്. ഇക്വിപൊട്ടൻഷ്യൽ സർഫസസ് ഇൻ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്. നമ്മൾക്കറിയാം യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിന്റെ കേസിൽ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആർ സ്ട്രെയിറ്റ് ലൈൻസ് പാരലൽ ടു ഈച്ച് അതർ. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആർ സ്ട്രെയിറ്റ് ലൈൻ പാരലൽ ടു ഈച്ച് അതർ. ഫിഗറിൽ ഇതാണ് ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആർ പാരലൽ ടു ഈച്ച് അതർ. ഇതാണ് ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ. അത് ഞാൻ എലോങ് X ആക്സിസ് എന്ന് പറയുന്നു. ഇക്വിപൊട്ടൻഷ്യൽ സർഫസിന്റെ പ്രോപ്പർട്ടി നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് ഇക്വിപൊട്ടൻഷ്യൽ സർഫസിന്റെ പ്രോപ്പർട്ടി? ഇലക്ട്രിക് ഫീൽഡ് എപ്പോഴും ഇക്വിപൊട്ടൻഷ്യൽ സർഫസിന് നോർമൽ ആയിട്ടായിരിക്കും. ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഓൾവേസ് നോർമൽ ടു ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്. അപ്പൊ നമ്മൾ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് വരക്കാൻ എന്ത് ചെയ്താൽ മതി? ഈ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് നോർമൽ ആയിട്ട് പ്ലെയിൻസ് വരക്കുക. ഈ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന് നോർമൽ ആയിട്ട് പ്ലെയിൻസ് വരക്കുക, അല്ലെങ്കിൽ ഈ ഇക്വിപൊട്ടൻഷ്യൽ സർഫസിന് നോർമൽ ആയിട്ടാണ് എന്ത് കടന്നു പോകുന്നത്? ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് കടന്നു പോകുന്നത്.
അപ്പൊ ഈ പാരലൽ പ്ലെയിൻസ് ആണ് എന്ത് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിലുള്ള ഇക്വിപൊട്ടൻഷ്യൽ സർഫസുകൾ. പാരലൽ പ്ലെയിൻസ് ആണ് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിലുള്ള ഇക്വിപൊട്ടൻഷ്യൽ സർഫസുകൾ. ഈ പാരലൽ പ്ലെയിൻസിന് നോർമൽ ആയിട്ടാണ് ആര് കടന്നു പോകുന്നത്? ഇലക്ട്രിക് ഫീൽഡ് കടന്നു പോകുന്നത്. ഓക്കെ, ഈ പാരലൽ പ്ലെയിൻസിന് നോർമൽ ആയിട്ടാണ് ഇലക്ട്രിക് ഫീൽഡ് കടന്നു പോകുന്നത്. നമുക്കറിയാം ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ അലോങ് എക്സ് ഡയറക്ഷൻ ആണെങ്കിൽ, അലോങ് എക്സ് ആക്സിസ് ആണെങ്കിൽ ഈ സർഫസുകൾ YZ പ്ലെയിനിന് പാരലായിട്ടാണ് ഉണ്ടാവുക. ഈ സർഫസുകൾ YZ പ്ലെയിനിന് പാരലായിട്ടാണ് ഉണ്ടാവുക. ഓക്കെ, അപ്പൊ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ അലോങ് എക്സ് ഡയറക്ഷനിലാണെങ്കിൽ, യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിന്റെ കേസിൽ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ അലോങ് എക്സ് ഡയറക്ഷനിലാണെങ്കിൽ YZ പ്ലെയിനിന് പാരലായിട്ട് വരക്കുന്ന പ്ലെയിൻസ് ആണ് എന്ത് ആ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിലുള്ള ഇക്വിപൊട്ടൻഷ്യൽ സർഫസുകൾ. മൂന്നാമത് നമ്മൾ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് വരക്കുന്നത് ഇലക്ട്രിക് ഡൈപോളിന്റെ കേസിലാണ്. എന്താണ് ഇലക്ട്രിക് ഡൈപോൾ? ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് സെപ്പറേറ്റഡ് ബൈ എ സ്മോൾ ഡിസ്റ്റൻസ്. അതിനെയാണ് ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറയുന്നത്. നമ്മളിവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ഡൈപോളിന്റെ അകത്തേക്ക് വരുമ്പോൾ ഡൈപോളിന്റെ അകത്ത് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി കൂടുതലായിരിക്കും ഡൈപോളിന്റെ പുറത്തുള്ളതിനേക്കാൾ. ഡൈപോളിന്റെ പുറത്തുള്ളതിനേക്കാൾ ഇന്റൻസിറ്റി കൂടുതലായിരിക്കും ഡൈപോളിന്റെ അകത്ത്. ഡൈപോളിന്റെ അകത്ത് ഡൈപോളിന്റെ പുറത്തുള്ളതിനേക്കാൾ ഇന്റൻസിറ്റി കൂടുതലായിരിക്കും. ഡൈപോളിന്റെ പുറത്തു നിന്ന് ഡിസ്റ്റൻസ് കൂടുന്തോറും ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ വാല്യൂ ഡിക്രീസ് ചെയ്ത് വരും. ഡൈപോളിന്റെ പുറത്ത് ഡിസ്റ്റൻസ് കൂടുന്തോറും ഇന്റൻസിറ്റി ഡിക്രീസ് ചെയ്ത് വരും. അപ്പൊ അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് വരക്കാൻ. അപ്പൊ നമ്മൾ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് വരക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി കുറഞ്ഞു പോകുന്നതിനനുസരിച്ചിട്ട് ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ ഇന്റൻസിറ്റി ഡിക്രീസ് ചെയ്ത് വരല്ലേ ഇത്. അപ്പൊ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഡിക്രീസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഇക്വിപൊട്ടൻഷ്യൽ സർഫസുകൾക്കിടയിലുള്ള സെപ്പറേഷൻ കൂടി വരും. ഓക്കെ, അപ്പൊ നമ്മൾ പ്ലസ് ക്യൂവിൽ നിന്ന് പുറത്തേക്ക് പോകുന്നതോറും ഇക്വിപൊട്ടൻഷ്യൽ സർഫസുകൾക്കിടയിലുള്ള സെപ്പറേഷൻ ഇൻക്രീസ് ചെയ്ത് വരും. അതേപോലെ മൈനസ് ക്യൂവിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോഴും ഇക്വിപൊട്ടൻഷ്യൽ സർഫസുകൾക്കിടയിലുള്ള സെപ്പറേഷൻ ഇൻക്രീസ് ചെയ്ത് വരും. അതെങ്ങനെയാണ് വരക്കുന്നത് നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ പ്ലസ് ക്യൂവിന് ചുറ്റും ഒരു സ്ഫിയർ വരയ്ക്കുക. പ്ലസ് ക്യൂ ചാർജിന് ചുറ്റും ഒരു സ്ഫിയർ വരച്ചു. പിന്നെ രണ്ടാമത് നമ്മൾ വരക്കുന്ന ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഉള്ളിലുള്ള സർഫസുകൾക്കിടയിലുള്ള സെപ്പറേഷനേക്കാൾ കൂടുതലായിരിക്കണം പുറത്ത് സെപ്പറേഷൻ കൂടുതലായിരിക്കും, ഉള്ളിൽ സെപ്പറേഷൻ. രണ്ട് സർഫസുകൾക്കിടയിൽ ഇവിടെ സെപ്പറേഷൻ കൂടുതലാണ്, ഇവിടെ സെപ്പറേഷൻ കുറവായിരിക്കും. കാരണം ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ ഇന്റൻസിറ്റി ഡിക്രീസ് ചെയ്യുന്നു, ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഡിക്രീസ് ചെയ്യുമ്പോൾ നമ്മുടെ ഇക്വിപൊട്ടൻഷ്യൽ സർഫസുകൾക്കിടയിലുള്ള സെപ്പറേഷൻ കൂടി വരും. മൂന്നാമത്തെ സർഫസ് വരയ്ക്കുമ്പോൾ ഉള്ളിലുള്ള സെപ്പറേഷനേക്കാൾ കൂടുതലായിരിക്കണം പുറത്തുള്ള സെപ്പറേഷൻ. അപ്പൊ നിങ്ങൾ നോക്കുക, ഈ രണ്ട് സർഫസുകൾക്കിടയിൽ ഇവിടെയുള്ള സെപ്പറേഷനും സെയിം അല്ല, ഇവിടെ സെപ്പറേഷൻ കൂടുതലാണ്. ഈ രണ്ട് സർഫസുകൾക്കിടയിൽ ഇവിടെയുള്ള സെപ്പറേഷനും സെയിം അല്ല, ഇവിടെ സെപ്പറേഷൻ കൂടുതലാണ്. ഇങ്ങനെ തന്നെയാണ് നമ്മൾ നെഗറ്റീവ് ക്യൂ ചാർജിന് ചുറ്റും വരയ്ക്കേണ്ടത്. പുറത്തേക്ക് പോകുമ്പോൾ സെപ്പറേഷൻ കൂടുന്നു, അകത്ത് സെപ്പറേഷൻ കുറവായിരിക്കും. പുറത്ത് സെപ്പറേഷൻ കൂടുതൽ, അകത്ത് സെപ്പറേഷൻ കുറവ്. ഈ രീതിയിലാണ് നിങ്ങൾക്ക് തിക്ക് ലൈനിൽ തന്നെ വരക്കാം, ഡോട്ടഡ് ലൈനിലുള്ള തിക്ക് ലൈനിൽ തന്നെ വരക്കാം. ഈ രീതിയിലാണ് എന്ത് വരുന്നത്, ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് വരുന്നത്. ആരുടെ കേസിൽ? ഇലക്ട്രിക് ഡൈപോളിന്റെ കേസിൽ. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അകത്ത് സെപ്പറേഷൻ കുറവാണ്. ഈ രണ്ട് സ്ഫിയറുകൾക്കിടയിലുള്ള സെപ്പറേഷനും ഈ രണ്ട് സ്ഫിയറുകൾക്കിടയിലുള്ള സെപ്പറേഷനും ഇങ്ങോട്ടേക്ക് വരുമ്പോൾ കൂടുന്നുണ്ട്. പക്ഷെ ഈ രണ്ട് സ്ഫിയറുകൾക്കിടയിലുള്ള സെപ്പറേഷനും അതേ രണ്ട് സ്ഫിയറുകൾക്കിടയിലുള്ള സെപ്പറേഷൻ പുറത്തും എന്തല്ല, സെയിം അല്ല. ഇവിടെ കൂടുതലാണ്, ഇവിടെ കുറവാണ്. ഇവിടെ കുറവാണ്, ഇവിടെ കൂടുതലാണ്. കാരണം പുറത്തേക്ക് പോകുമ്പോൾ ഇലക്ട്രിക് ഫീൽഡിന്റെ ഇന്റൻസിറ്റി കുറയുന്നു. ഇലക്ട്രിക് ഫീൽഡിന്റെ ഇന്റൻസിറ്റി കുറയുമ്പോൾ ഇക്വിപൊട്ടൻഷ്യൽ സർഫസുകൾക്കിടയിലെ സെപ്പറേഷൻ കൂടും. ആ രീതിയിൽ വേണം നമ്മൾ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് വരക്കാൻ വേണ്ടിയിട്ട്. ഇനി എന്തുകൊണ്ടാണ് ഇത് എക്സാമിൽ ചോദിക്കുന്നില്ല എന്നാണ് നമുക്ക് പറയാം. എന്തുകൊണ്ടാണ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി കുറയുമ്പോൾ സർഫസുകൾക്കിടയിലെ സെപ്പറേഷൻ കൂടുന്നത്, അതേപോലെ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി കൂടിയ ഭാഗത്ത് സർഫസുകൾക്കിടയിലെ സെപ്പറേഷൻ കുറയുന്നത്? അത് നമുക്ക് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാം? നിങ്ങൾ നോക്കുക, ഇവിടെ ഈ രണ്ട് പോയിന്റുകൾ, ഈ രണ്ട് സർഫസ് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ഇതൊരു ഇക്വിപൊട്ടൻഷ്യൽ സർഫസിലെ പോയിന്റ് ആണ്, ഇത് രണ്ടാമത്തെ ഇക്വിപൊട്ടൻഷ്യൽ സർഫസിലെ പോയിന്റ് ആണ്.
ഈ സർഫസിലെ ഒന്നാമത്തെ സർഫസിലെ പൊട്ടൻഷ്യലിന്റെ വാല്യൂ 5 വോൾട്ട് ആണെങ്കിൽ എല്ലാ പോയിന്റിലും പൊട്ടൻഷ്യൽ എത്ര തന്നെയായിരിക്കും? 5 വോൾട്ട് തന്നെയായിരിക്കും. ഇവിടെയും 5 വോൾട്ട് ആയിരിക്കും. കാരണം ഇതൊരു ഇക്യൂ പൊട്ടൻഷ്യൽ സർഫസ് ആണ്. ഈ ഇക്യൂ പൊട്ടൻഷ്യൽ സർഫസിന്റെ പൊട്ടൻഷ്യലിന്റെ വാല്യൂ 3 വോൾട്ട് ആണെങ്കിൽ ഈ സർഫസിലെ എല്ലാ പോയിന്റിലും പൊട്ടൻഷ്യൽ എത്രയായിരിക്കും? 3 വോൾട്ട് ആയിരിക്കും. ഇവിടെയും പൊട്ടൻഷ്യൽ 3 വോൾട്ട് ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് പോയിന്റുകൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ്, ഈ പോയിന്റിലും ഇടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് അത് എത്രയായിരിക്കും? ഈ പോയിന്റിലെ പൊട്ടൻഷ്യൽ 5 വോൾട്ട് ആണ്, ഈ പോയിന്റിലെ പൊട്ടൻഷ്യൽ 3 വോൾട്ട് ആണ്. അപ്പൊ ഈ രണ്ട് പോയിന്റുകൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയാണ് വരുന്നത്? 2 വോൾട്ട് ആണ് വരുന്നത്. ഓക്കെ, ഇനി ഞാൻ ഇവിടെ ഒരു പോയിന്റ് കൺസിഡർ ചെയ്യുന്നു. ഇത് 5 വോൾട്ട് പൊട്ടൻഷ്യൽ ഉള്ള സർഫസിലെ പോയിന്റ് ആണ്. അപ്പൊ ഈ പോയിന്റിലെ പൊട്ടൻഷ്യൽ 5 വോൾട്ട് ആണ്. ഇവിടെ ഞാനൊരു ഒരു പോയിന്റ് കൺസിഡർ ചെയ്യുന്നു. ഇവിടുത്തെ പൊട്ടൻഷ്യൽ എത്രയാണ്? 3 വോൾട്ട് ആണ്. അപ്പൊ ഈ രണ്ട് പോയിന്റുകൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസും 5 - 3 = എത്രയാണ്? 2 വോൾട്ട് ആണ്. എന്ന് പറഞ്ഞാൽ ഈ രണ്ട് പോയിന്റുകൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസും 2 വോൾട്ട് ആണ്. ഈ രണ്ട് പോയിന്റുകൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസും 2 വോൾട്ട് ആണ്. നമുക്കറിയാം ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയും ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യലും തമ്മിലുള്ള റിലേഷൻ ഉണ്ട്. E = -dV/dr. ന്യൂമറിക്കലി എഴുതുമ്പോൾ നമുക്ക് E = dV/dr എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് dV = നമുക്ക് എന്ത് എഴുതാം? E × dr എന്ന് എഴുതാം. E × dr. ഇവിടെ ഞാൻ പറഞ്ഞു ഡൈപോളിന്റെ പുറത്ത് ഇന്റൻസിറ്റി ഡിക്രീസ് ചെയ്ത് വരും. ഇങ്ങോട്ടേക്ക് പോകുന്നതോറും ഇന്റൻസിറ്റി കുറഞ്ഞു വരും ഡൈപോളിന്റെ അകത്തുള്ളതിനേക്കാൾ. എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി അതിനേക്കാൾ കുറവായിരിക്കും ഇവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി. ഇത് ഡൈപോളിന്റെ അകത്താണ്, ഇത് ഡൈപോളിന്റെ പുറത്താണ്. അപ്പൊ ഇവിടെ ഇന്റൻസിറ്റി കുറവാണ്, ഇവിടെ ഇന്റൻസിറ്റി കൂടുതലാണ്. അപ്പൊ നിങ്ങൾ നോക്കുക, ഈ രണ്ട് റീജിയനിലെയും പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയാണ്? ഇവിടെയും 2 വോൾട്ട് ആണ്, ഇവിടെയും 2 വോൾട്ട് ആണ്. പക്ഷെ ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എന്താണ്? കൂടുതലാണ്. ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി കുറവാണ്. കാരണം ഇത് ഡൈപോളിന്റെ പുറത്താണ്, ഇത് ഡൈപോളിന്റെ അകത്താണ്. അപ്പൊ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എവിടെ കൂടുതലാണോ, അപ്പൊ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി കൂടുമ്പോൾ dV രണ്ട് കേസിലും എന്താണ്? ഇവിടെയും dV 2 വോൾട്ട് ആണ്, ഇവിടെയും പൊട്ടൻഷ്യൽ ഡിഫറൻസ് 2 വോൾട്ട് ആണ്. അപ്പൊ dV കോൺസ്റ്റന്റ് ആണ്. അപ്പൊ ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി കൂടുമ്പോൾ dr, ഈ രണ്ട് പോയിന്റുകൾക്കിടയിലുള്ള സെപ്പറേഷൻ ആണ് dr. dr എന്ത് ചെയ്യണം? കുറയണം. എന്താണ്? E × dr ഒരു കോൺസ്റ്റന്റ് ആവും. ഇവിടെ നിങ്ങൾ നോക്കുക, ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എന്താണ്? കുറവാണ് ഈ റീജിയൻ. ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഡിക്രീസ് ചെയ്യുമ്പോൾ ഡിആറിന്റെ വാല്യൂ എന്ത് ചെയ്യണം? ഇൻക്രീസ് ചെയ്യണം. രണ്ട് പോയിന്റുകൾക്കിടയിലുള്ള സെപ്പറേഷൻ ഇൻക്രീസ് ചെയ്യണം. എന്നാൽ മാത്രമേ ഇവിടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്തായി മാറും? കോൺസ്റ്റന്റ് ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ ഒന്നുകൂടി ഞാൻ പറയാം. dV = എന്താണ്? E × dr ആണ്. E × dr എന്നുള്ള ഇക്വേഷൻ പ്രകാരം നമ്മൾക്ക് കിട്ടുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയാണ്? ഇവിടെ 2 വോൾട്ട് ആണ് കിട്ടുന്നത്. ഇവിടത്തേക്ക് വരുമ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഡിക്രീസ് ചെയ്തു, കാരണം ഡൈപോളിന്റെ പുറത്താണ്. ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഡിക്രീസ് ചെയ്യുമ്പോൾ ഡിആറിന്റെ വാല്യൂ, ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ വാല്യൂ ഡിക്രീസ് ചെയ്യുമ്പോൾ ഡിആറിന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നു, സച്ച് ദാറ്റ് ഇവർക്കിടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്ര തന്നെയാണ്? 2 വോൾട്ട് ആണ്. ഡിആറിന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നത് കൊണ്ടാണ് പുറത്തേക്ക് പോകുമ്പോൾ സെപ്പറേഷൻ കൂടിക്കൂടി വരുന്നത്. ഇക്യൂ പൊട്ടൻഷ്യൽ സർഫസുകൾക്കിടയിലുള്ള സെപ്പറേഷൻ ഇൻക്രീസ് ചെയ്ത് വരുന്നത്. അപ്പോൾ നമ്മൾ വരക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഡൈപോളിന്റെ പുറത്തേക്ക് പോകുന്നതോറും ഇന്റൻസിറ്റി കുറഞ്ഞു വരികയാണ്. അതിനനുസരിച്ചിട്ട് ഇക്യൂ പൊട്ടൻഷ്യൽ സർഫസുകൾക്കിടയിലുള്ള സെപ്പറേഷൻ ഇൻക്രീസ് ചെയ്ത് വരും. ഉള്ളിലുള്ളതിനേക്കാൾ സെപ്പറേഷൻ കൂടുതലായിരിക്കും പുറത്ത്. ഓക്കെ, ഇനി നമ്മൾ പഠിക്കുന്നത് രണ്ട് പോസിറ്റീവ് ചാർജുകൾ മൂലം ഉണ്ടാവുന്ന ഇക്യൂ പൊട്ടൻഷ്യൽ സർഫസ് ആണ്. 2 + Q ചാർജസ്. നേരത്തെ നമ്മൾ പഠിച്ചത് ഇലക്ട്രിക് ഡൈപോളിന്റെ കേസിലായിരുന്നു. ഒരു പോസിറ്റീവ് ചാർജും മറ്റേ ഈക്വൽ നെഗറ്റീവ് ചാർജുമാണ്. ഇവിടെ രണ്ടും എന്താണ്? പോസിറ്റീവ് ചാർജാണ്. നമ്മൾ ഇലക്ട്രിക് ഡൈപോളിന്റെ കേസിൽ എന്താണ് പറഞ്ഞത്? ഡൈപോളിൽ നിന്നും പുറത്തേക്ക് പോകുന്തോറും ഇന്റൻസിറ്റി ഡിക്രീസ് ചെയ്ത് വരുന്നു. അതുകൊണ്ട് തന്നെ ഇക്യൂ പൊട്ടൻഷ്യൽ സർഫസുകൾക്കിടയിലുള്ള സെപ്പറേഷൻ ഇൻക്രീസ് ചെയ്ത് വരുന്നു. ഇവിടെ രണ്ട് പോസിറ്റീവ് ചാർജുകളുടെ കേസിൽ ഈ രണ്ട് പോസിറ്റീവ് ചാർജുകളുടെ അകത്തേക്ക് പോകുന്തോറും
ഇൻറ്റൻസിറ്റി ഡിക്രീസ് ചെയ്ത് വരികയാണ്. ഈ രണ്ട് പോസിറ്റീവ് ചാർജുകളുടെ നമ്മൾ അകത്തേക്ക് പോകുന്തോറും ഇൻറ്റൻസിറ്റി ഡിക്രീസ് ചെയ്ത് വരികയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പുറത്തുള്ളതിനേക്കാൾ ഇൻറ്റൻസിറ്റി കുറവായിരിക്കും അകത്ത്. ഈ സിസ്റ്റത്തിന്റെ പുറത്തുള്ളതിനേക്കാൾ ഇൻറ്റൻസിറ്റി കുറവായിരിക്കും അകത്ത്. അതുകൊണ്ട് തന്നെ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് വരക്കുമ്പോൾ നേരത്തെ തന്നെ ജസ്റ്റ് ഓപ്പോസിറ്റ്, സർഫസുകൾക്കിടയിലുള്ള സെപ്പറേഷൻ ഈ സിസ്റ്റത്തിന്റെ അകത്ത് കൂടുതലായിരിക്കും. കാരണം അകത്ത് ഇൻറ്റൻസിറ്റി കുറവാണ്, പുറത്ത് സെപ്പറേഷൻ കുറവായിരിക്കും. അപ്പൊ നമ്മൾ ആ രീതിയിലാണ് എന്ത് വരക്കേണ്ടത്, ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് വരക്കേണ്ടത്. രണ്ട് സർഫസുകൾക്കിടയിലുള്ള സെപ്പറേഷൻ പുറത്ത് കുറവായിരിക്കും, അകത്ത് സെപ്പറേഷൻ കൂടുതലായിരിക്കും. സെപ്പറേഷൻ പുറത്ത് കുറവായിരിക്കും, അകത്ത് സെപ്പറേഷൻ എന്തായിരിക്കും, കൂടുതലായിരിക്കും. ഈ രീതിയിലാണ് നമ്മൾ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് വരക്കുന്നത്. പുറത്ത് സെപ്പറേഷൻ കുറവും അകത്ത് സെപ്പറേഷൻ കൂടുതലുമാണ്. അപ്പൊ ഈ രീതിയിലാണ് നമ്മൾ രണ്ട് പോസിറ്റീവ് ചാർജസുകളുടെ കേസിൽ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് വരക്കുന്നത്. നമ്മൾ ടെക്സ്റ്റിലുള്ള പിക്ചർ പ്രകാരം ഇങ്ങനെയാണ് ഇക്വിപൊട്ടൻഷ്യൽ സർഫസിന്റെ ഷേപ്പ് വരുന്നത്. അപ്പൊ നമ്മളിത് എക്സാമിന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഷേപ്സ് ഒക്കെ നമ്മൾ വരക്കുക. അപ്പൊ ഇക്വിപൊട്ടൻഷ്യൽ സർഫസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എന്താണ്, ഇക്വിപൊട്ടൻഷ്യൽ സർഫസുകളുടെ പ്രോപ്പർട്ടീസ് ആണ്. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്, അത് പഠിക്കുക. പിന്നെ അത് കൂടാതെ ഇക്വിപൊട്ടൻഷ്യൽ സർഫസുകൾ ഡിഫറെൻറ്റ് കേസുകളിൽ, ഏതൊക്കെ കേസിലാണ് നമ്മൾ പറഞ്ഞത്, പ്ലസ് ക്യൂ ഒരു സിംഗിൾ ചാർജിൻ്റെ കേസിൽ, ഒരു പോയിന്റ് ചാർജിൻ്റെ കേസിൽ കോൺസെൻട്രിക് സ്പിയേഴ്സ് ആയിരിക്കും ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്. യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൻ്റെ കേസിൽ ആ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന് നോർമലായിട്ട് വരുന്ന പ്ലെയിൻസ് ആണ്, പാരലൽ പ്ലെയിൻസ് ആണ് ഇക്വിപൊട്ടൻഷ്യൽ സർഫസുകൾ അല്ലേ. അതേപോലെ നമ്മൾ ഇലക്ട്രിക് ഡൈപോളിൻ്റെ കേസിൽ എങ്ങനെയാണ് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് വരുന്നതെന്ന് മനസ്സിലാക്കി. അതേപോലെ രണ്ട് പോസിറ്റീവ് ചാർജസുകളുടെ കേസിലും എങ്ങനെയാണ് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് വരുന്നതെന്ന് മനസ്സിലാക്കി. ഓക്കെ, താങ്ക് യു.